നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ശുക്രന്റെ രാശിമാറ്റമാണ് ഇന്നത്തെ വിഷയം. 2024 ഡിസംബർ 28 ശുക്രൻ രാശി മാറുകയാണ്. ഉച്ചയ്ക്ക് 14:40 മകരൻ രാശിയിൽ നിന്ന് കുംഭം രാശിയിലേക്കാണ് ശുക്രന്റെ രാശിമാറ്റം. ശുക്രന്റെ രാശിമാറ്റം മൂലം ഓരോ കൂറുകാർക്കുമുള്ള ഫലത്തെയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ ഫലത്തെ നോക്കാം. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ച് ശുക്രൻ ജന്മരാശിയുടെ 11ാം ഭാവത്തിലാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണ സൗഖ്യം, ധനലാഭം, ബന്ധുഗുണം എന്നിവയും പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ ശുക്ര രാശിമാറ്റ ഫലം നോക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ശുക്രൻ 10ാം ഭാവത്തിലാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ മത്സരം, മാനഹാനി എന്നിവയ്ക്ക് സാഹചര്യങ്ങളുണ്ട്, കരുതലെടുക്കേണ്ടതാണ്. ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ ശുക്ര രാശിമാറ്റ ഫലം നോക്കാം. മിഥുനക്കൂറിൽ വരുന്നത് മകയിരത്തിന്റെ 2ാം പകുതി, തിരുവാതിര, പുണർന്നത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് 9ാം ഭാവത്തിലേക്കാണ് ശുക്രൻ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ധനലാഭം, മതപരമായിട്ടുള്ള കാര്യങ്ങൾ സാധിക്കുക, കുടുംബ സൗഖ്യം എന്നിവയും ഫലമായി പറയണം. അടുത്ത നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ശുക്ര രാശിമാറ്റ ഫലം നോക്കാം. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ശുക്രൻ 8ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. കർക്കിടകക്കൂറിൽ വരുന്നത് പുണർന്നത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. ശുക്രൻ 8ൽ നിൽക്കുന്നത് മൂലം ആഡംബര വസ്തുക്കളുടെയൊക്കെ ലാഭം, സ്ത്രീ സൗഖ്യം, വസ്ത്ര സൗഖ്യം എന്നിവയൊക്കെ പറയേണ്ടതാണ്. ഇനി ചിങ്ങക്കൂറുകാരുടെ ശുക്ര രാശിമാറ്റ ഫലം നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രംകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാർക്ക് 7ാം ഭാവത്തിലാണ് ശുക്രൻ എത്തുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ കൊണ്ടുള്ള ഉപദ്രവങ്ങളൊക്കെ ഉണ്ടായേക്കാം. ഇനി കന്നിക്കൂറുകാരുടെ ശുക്ര രാശിമാറ്റ ഫലത്തെ നോക്കാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാർക്ക് 6ാം ഭാവത്തിലേക്കാണ് ശുക്രൻ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ശത്രുപീഡ, രോഗം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്, കരുതലെടുക്കേണ്ടതാണ്. അടുത്ത നമുക്ക് തുലാക്കൂറുകാരുടെ ശുക്ര രാശിമാറ്റ ഫലം നോക്കാം. തുലാക്കൂറിന്റെ അധിപനാണ് ശുക്രൻ. ശുക്രൻ 5ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ 2ാം പകുതി, ചോതി, വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. ശുക്രൻ 5ാം ഭാവത്തിലേക്ക് എത്തുന്നത് വഴി ധനലാഭം, പുത്രസൗഖ്യം, ബന്ധുഗുണം, ഗുരുജന പ്രീതി എന്നിവയൊക്കെയാണ് ഫലം. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ശുക്ര രാശിമാറ്റ ഫലം നോക്കാം. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് 4ാം ഭാവത്തിലേക്കാണ് ശുക്രൻ എത്തുന്നത്. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ശുക്രൻ 4ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ബന്ധുസൗഖ്യം, ഐശ്വര്യം എന്നിവയാണ് ഫലമായി ലഭിക്കുക. ഇനി നമുക്ക് ധനുക്കൂറുകാരുടെ ശുക്ര രാശിമാറ്റ ഫലം നോക്കാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടംകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് ശുക്രൻ 3ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതുമൂലം അഭിപ്രായങ്ങൾക്ക് ആദരണീയത്വം ലഭിക്കൽ, ധനലാഭം, ബഹുമാനസിദ്ധി, വസ്ത്രലാഭം, ശത്രുനാശം ഇവയും ഫലമായി പറയണം. ഇനി നമുക്ക് മകരക്കൂറുകാരുടെ ശുക്ര രാശിമാറ്റ ഫലം നോക്കാം. മകരക്കൂറുകാർക്ക് ശുക്രൻ 2ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് ശുക്രൻ ജന്മരാശിയുടെ 2ാം ഭാവത്തിൽ നിൽക്കിയാൽ ധനാഭിവൃദ്ധി, അലങ്കാര വസ്തുക്കളുടെയും ആഡംബര വസ്തുക്കളുടെയും ഒക്കെ ലാഭം, അധികാര സ്ഥാനങ്ങളിൽ നിന്നുള്ള ആനുകൂല്യം, കുടുംബ സൗഖ്യം എന്നിവയും ഫലമായി പറയണം. ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ ശുക്രന്റെ രാശിമാറ്റ ഫലം നോക്കാം. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ 2ാം പകുതി, ചതയം, പൂരിട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ശുക്രൻ ജന്മരാശിയിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണ സൗഖ്യം, കുടുംബ സൗഖ്യം, ശയന സൗഖ്യം, വസ്ത്ര ആഭരണ ലാഭം ഇവയൊക്കെ പറയാവുന്നതാണ്. ഇനി നമുക്ക് മീനക്കൂറുകാരുടെ ശുക്ര രാശിമാറ്റ ഫലം നോക്കാം. മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാതിയുടെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് ശുക്രൻ 12ാം ഭാവത്തിലാണ്. അതുകൊണ്ട് തന്നെ ധനലാഭത്തിനും വസ്ത്ര ആഭരണ പുഷ്ടിക്കും സാഹചര്യമുണ്ട്. ശുക്രന്റെ മകരൻ രാശിയിൽ നിന്ന് കുംഭൻ രാശിയിലേക്കുള്ള രാശിമാറ്റവും 12 രാശിക്കൂറുകാർക്കുമുള്ള വിശേഷ ഫലങ്ങളുമാണ് പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ നല്ല വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.